ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണത് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്. ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഞാൻ ഇതിനകം തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ ചോദ്യപേപ്പറുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Question number 1. Seniority of a teacher in any grade in any unit shall be decided with reference to the date of continuous service in that grade in that unit. In that grade in that unit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ LP ടീച്ചേഴ്സ് ഉണ്ടാവാം, അതുപോലെ UP ടീച്ചേഴ്സ് ഉണ്ടാവാം, ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടാവാം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഹൈസ്കൂളിലെ ഒരു ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷനായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈസ്കൂളിലെ സർവീസ് ഗ്രേഡിന് പരിഗണിക്കില്ല. അതാണ് ഡേറ്റ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഇൻ ദാറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ടു entertain the appeal filed by teacher against the seniority list approved by the assistant educational officer is. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. അതാണ് അപ്പീലുകളൊക്കെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, ദ പോസ്റ്റ് ഓഫ് പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഷാൽ ബി ഫിൽഡ് അപ്പ് ബൈ പ്രൊമോഷൻ ബൈ ഗിവിംഗ് ഫസ്റ്റ് പ്രിഫറൻസ് ടു. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് lower grade language teachers in that language having the requisite qualifications. അവർക്ക് പ്രിഫറൻസ് കൊടുക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം. നാലാമത്തെ ചോദ്യം, ദ അപ്പോയിൻമെന്റ് ഓഫ് ഹെഡ് മാസ്റ്റർ ഷാൽ ഓർഡിനറിലി ബി അക്കോർഡിംഗ് ടു. നോർമൽ കേസിൽ ഹെഡ് മാസ്റ്ററിന്റെ അപ്പോയിൻമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സീനിയോറിറ്റി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. പിന്നെ അതിൽ മാനേജേഴ്സ് ചോയ്സ് എന്ന് വരുന്നുണ്ട്. എയ്ഡഡ് സ്കൂളിലൊക്കെ ഹെഡ് മാസ്റ്ററെ മാനേജർക്ക് തീരുമാനിക്കാം. പക്ഷെ നോർമൽ കേസിൽ എപ്പോഴും അവരുടെ സീനിയോറിറ്റി തന്നെയാണ് അതിന് നോക്കുക. അഞ്ചാമത്തേത്, വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ ഗ്രൂപ്പ് ഓഫ് ഗ്രാജുവേറ്റ് സർവീസ്, കോട്ട് ഇറ്റ്. ഇതിൽ വരുന്നത് ഗ്രാജുവേറ്റ് സർവീസിൽ പെടാത്ത സ്പെഷ്യലിസ്റ്റ് ടീച്ചറാണ്, ഓപ്ഷൻ ബി. ആറാമത്തെ ചോദ്യം, ദ ഏജ് ലിമിറ്റ് ഫോർ ഗെറ്റിംഗ് പെർമനന്റ് എക്സംപ്ഷൻ ഫ്രം പാസിംഗ് ദ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഹെഡ് മാസ്റ്റർ ഈസ്. ഓപ്ഷൻ എ 50 years ആണ്. 50 വയസ്സ് കഴിഞ്ഞവരെയാണ് പ്രൊമോഷൻ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഏഴാമത്തേത്, the compulsory departmental test to be acquired for promotion as head of primary school or option C account tested lower വേണം. അതുപോലെ KER കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്. എട്ടാമത്തെ ചോദ്യം, one of the following is the qualification prescribed for promotion as headmaster of LP school. LP സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ അതിന് വരുന്നത് S.S.L.C അതോടൊപ്പം T.T.C കൂടി വേണം, ഓപ്ഷൻ ബി. ഒമ്പതാമത്തെ ചോദ്യം, the pay of a teacher who got temporary promotion as headmaster can be fixed under rule dash of chapter 14A KER. 43A ആണ് അതിൻ്റെ റൂൾ വരുന്നത്, ഓപ്ഷൻ ഡി. പത്താമത്തെ ചോദ്യം, no teacher shall be relieved before the expiry of term of appointment without the approval of the educational officer. റിലീവ് ചെയ്യണമെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ കൺസെന്റ് വേണം. പതിനൊന്നാമത്തേത്, എ ടീച്ചർ ഹാവിംഗ് ലെസ് ദാൻ 8 months ഓഫ് സർവീസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഷാൽ ഓൾസോ ബി എലിജിബിൾ ഫോർ വെക്കേഷൻ സാലറി ഇഫ് ദ പോസ്റ്റ് ഇൻ വിച്ച് ഹി ഹാസ് ബിൻ അപ്പോയിന്റഡ് ഈസ് പെർമനന്റ്. പെർമനന്റ് പോസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് വെക്കേഷൻ സാലറി കൂടി ലഭിക്കും. 12ാമത്തെ ചോദ്യം, ഇഫ് എ വേക്കൻസി ഓഫ് എ ടീച്ചർ ഓൺ ആക്ടിംഗ് അപ്പോയിന്റ്മെന്റ് ടെർമിനേറ്റ്സ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ വെക്കേഷൻ ദ അപ്പോയിന്റ്മെന്റ് ഡീംഡ് ടു ബി ടെർമിനേറ്റ് ഓൺ ദ ലാസ്റ്റ് പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ. അത് വെക്കേഷൻ്റെ മിഡിൽ വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാണോ അത് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 13ാമത്തേത്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് റീട്രെഞ്ച് ഫ്രം ദ മാനേജ്മെന്റ് ഓൺ അക്കൗണ്ട് ഓഫ് ടെർമിനേഷൻ ഓഫ് വേക്കൻസീസ് ഹാവ് ഗോട്ട് പ്രിഫറൻഷ്യൽ ക്ലെയിം ഫോർ ഫ്യൂച്ചർ അപ്പോയിൻമെന്റ് അണ്ടർ ദ എഡ്യൂക്കേഷണൽ ഏജൻസി ആസ് പെർ റൂൾ ഡാഷ് ഓഫ് ചാപ്റ്റർ 14A KER. റൂൾ 51A ആണ് അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത്. 14ാമത്തേത്, ദ സ്പെഷ്യലി വിതൗട്ട് പേ സാങ്ഷൻ ടു MLA ഷാൽ കൗണ്ട് ഫോർ. MLA ആയാൽ അധ്യാപകൻ MLA ആയിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്പെഷ്യൽ ലീവ് അത് ഇൻക്രിമെന്റ്സിനും പരിഗണിക്കും, അതുപോലെ അദ്ദേഹത്തിന്റെ ഹയർ സ്കെയിൽ ഓഫ് പേക്കും പരിഗണിക്കും. 15ാമത്തേത്, എ ടീച്ചർ ഹാവിംഗ് എ ലിവിംഗ് വൈഫ് ക്യാൻ കോൺട്രാക്ട് അനദർ മാരേജ് ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി.
പതിനാറാമത്തെ ചോദ്യം, secondary schools, training schools and special schools will be under the inspectional control of the option B, district educational officer. 17ാമത്തെ ചോദ്യം, the required period of notice fixed for intimating the dates of inspection to the head of school by the educational officer is option C, 7 days. 18ാമത്തെ ചോദ്യം, the number of copies of inspection reports to be prepared by the educational officer is option B, 3 ആണ്. 3 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 19ാമത്തേത്, the time limit fixed for filing reply to the shock cause notice issued to the manager in Form 18 proposing taking over the management of that school is. മാനേജ്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നെങ്കിൽ കൊടുക്കുന്ന ഷോക്ക് കോസ് നോട്ടീസിന് എത്ര ദിവസത്തിനുള്ളിലാണ് റിപ്ലൈ കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ, 10 ദിവസത്തിനുള്ളിലാണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടത്, 10 days. 20ാമത്തെ ചോദ്യം, the number of class divisions admissible to standard 5 with 35 students as per the revised teacher pupil ratio according to the right to education act is option D, 35 കുട്ടികളുണ്ടെങ്കിൽ 2 ഡിവിഷൻ അനുവദിക്കാം. 21ാമത്തെ ചോദ്യം, for 29 period of work in HS section as per week in respect of one of the following language is not sufficient to sanction the second post, quote the language. മലയാളത്തിന്റെ കേസിൽ 29 പീരീഡ് ഉള്ളപ്പോൾ അടുത്ത പോസ്റ്റ് അനുവദിക്കത്തില്ല. 22ാമത്തേത്, a school is having 32 periods in UP section and 36 periods in high school section to teach Arabic. The number of posts admissible on combination is. ആ കേസിൽ UP സെക്ഷനിൽ 1 in UP section and 2 in HS section. കാരണം അതിൽ 36 പീരീഡ് വരുമ്പോൾ 2 പോസ്റ്റ് കിട്ടും അവിടെ. 1 in UP section and 2 in HS section. 23ാമത്തേത്, in training schools the optimum strength of a training class shall be. അത് മാക്സിമം സ്ട്രെങ്ത് വരുന്നത് 20 ആണ്, ഓപ്ഷൻ സി. ട്രെയിനിങ് സ്കൂളിന്റെ കേസിൽ അതിന് പ്രത്യേക നിയമമാണ്. 24ാമത്തെ ചോദ്യം, the time limit prescribed for filing revision against the orders of the deputy director in regard to the staff fixation is option B, 30 days ആണ്. 25ാമത്തേത്, the minimum percentage of files to be scrutinized by the deputy director relating to the staff fixation of primary school is option C, 10%. 26ാമത്തെ ചോദ്യം, the period up to which the educational officers are competent to refix the staff strength of a school if he is satisfied the same was obtained by bogus admission. Option C, at any time during that year. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും റീഫിക്സ് ചെയ്യാം. 27ാമത്തേത്, the number of posts of peons or office attendant admissible to high school having a total strength of 3000 days. 3000 കുട്ടികളുണ്ടെങ്കിൽ അവിടെ 2 പേരെ വയ്ക്കാവുന്ന, ഓപ്ഷൻ ഡി, 2. 28ാമത്തെ ചോദ്യം, the date of determination of age of non-teaching staff of aided school is. അത് ജനുവരി 1 വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 29ാമത്തേത്, the percentage of T.T.C seats in government schools that can be filled up by recommendation of the selection committees, option D, 80%. 30ാമത്തെ ചോദ്യം, the minimum academic qualification prescribed for selection to T.T.C course is option B, HSC. 31ാമത്തെ ചോദ്യം, the percentage of minimum attendance prescribed for the trainees of T.T.C is option D, 85%. 32ാമത്തെ ചോദ്യം, the heads of aided primary schools will get the headmaster's scale of pay if he has attained the minimum continuous service of option C, 15 years. 33ാമത്തെ ചോദ്യം, one of the following item cannot be purchased utilizing the maintenance grant of aided school. എയ്ഡഡ് സ്കൂളിന് കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് വാങ്ങാൻ പാടില്ലാത്തത്, റെക്കോർഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് മാനേജേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ എ. 34ാമത്തെ ചോദ്യം, the educational officer is not competent to consider application for maintenance grant within a period 2 months from the prescribed date of submission on one of the following reasons. Manager was out of station. മാനേജർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് അത് പിന്നീട് അനുവദിക്കാത്തത്. 35ാമത്തേത്, one of the following items will not come under the definition of emoluments for calculation of salary for KER. Got it. അതിൽ അത്തരം സന്ദർഭങ്ങളിൽ KER വേണ്ടി പരിഗണിക്കാത്ത ട്രാവലിംഗ് അലവൻസ് ആണ്. 36ാമത്തേത്, the number of copies of application for admission to KER to be submitted to the accounts officer through the educational officer is 2 കോപ്പിയാണ് അതിന് കൊടുക്കേണ്ടത്, ഓപ്ഷൻ ഡി, 2. 37ാമത്തെ ചോദ്യം, the minimum rate of subscription towards KER is the following percentage of emoluments of a teacher, option C, 6% ആണ്. ടീച്ചറുടെ ടോട്ടൽ എമിലുമെൻസിൻ്റെ 6% KER അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക.
38ാമത്തേത് the form by which a temporary advance can be sanctioned from the KER account by the competent authorities. അതിന് കൊടുക്കേണ്ട ഫോം സി ആണ്, ഓപ്ഷൻ എ. 39ാമത്തെ ചോദ്യം the authority for appointment of teachers in aided higher secondary schools in the state will be മാനേജറാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഓപ്ഷൻ സി. 40ാമത്തെ ചോദ്യം the minimum percentage of marks insisted for appointment of higher secondary teacher in respect of master's degree is. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ അവർക്ക് മിനിമം 50% മാർക്ക് വേണം, ഓപ്ഷൻ എ. 41ാമത്തേത് the ratio prescribed for by transfer appointment and direct recruitment in respect of higher secondary teacher is 1:3 ആണ് റേഷ്യോ. ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെൻറ്റ് 3, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഒരു പോസ്റ്റ് അത് പ്രൊമോഷന് വേണ്ടി മാറ്റിവെക്കണം. 42ാമത്തെ ചോദ്യം the minimum age prescribed for higher secondary school teachers for direct appointment is. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 20 years. 43ാമത്തെ ചോദ്യം the required departmental test qualification shall be obtained by the teachers on promotion as principal of HSS as detailed below. ഓപ്ഷൻ ഡി during the period of probation. എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിലും അവർക്ക് പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ കിട്ടും. പക്ഷെ പ്രൊബേഷൻ പീരീഡിൽ അവർ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ പാസ്സാവണം, എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ അടുത്ത ഇൻക്രിമെന്റ് ലഭിക്കുകയുള്ളൂ. 44ാമത്തെ ചോദ്യം the general education qualification prescribed for direct recruitment of lab assistants in higher secondary school is. മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് SSLC ആണ്, ഓപ്ഷൻ ബി. 45ാമത്തേത് what is a form number prescribed for issuing appointment order as per rule 7 chapter 14A KER. ഫോം 27 ആണ്, ഓപ്ഷൻ സി. 46ാമത്തെ ചോദ്യം സ്പെഷ്യൽ ഫീ കളക്ഷൻ ഷാൽ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഫോർ വൺ ഓഫ് ദ ഫോളോയിങ് ഐറ്റം. കോട്ടഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, പർച്ചേസ് ഓഫ് സ്കൂൾ യൂണിഫോംസ്. സ്കൂൾ യൂണിഫോംസ് പർച്ചേസ് ചെയ്യുന്നതിന് ഒരിക്കലും സ്പെഷ്യൽ ഫീ കളക്ഷൻ ഉപയോഗിക്കാൻ പാടില്ല. 47ാമത്തെ ചോദ്യം the authority for prescribing qualification for appointment of teachers in government and aided schools is. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഗവൺമെന്റ്. 48ാമത്തേത് the section of the act by which the government or the nominated officer can take disciplinary action against aided school staff. അത് വരുന്നത് സെക്ഷൻ 12A ലാണ്, ഓപ്ഷൻ ഡി. 49ാമത്തേത് the area normally called as educational district is. option B, area of jurisdiction of the district educational officer. 50ാമത്തെ ചോദ്യം one of the following group will not come under the classification of schools in the state as per KER. option A ആണ് correct answer, industrial training institute. 51ാമത്തെ ചോദ്യം the constitution of a corporate educational agency having only one primary school shall be approved by Deputy Director. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 52ാമത്തെ ചോദ്യം the orders of the Assistant Educational Officer regarding approval of manager is appealable before. അത് അപ്പീൽ കൊടുക്കേണ്ടത് ഡയറക്ടർക്കാണ്, ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം change of management of LP school involving change of ownership is to be permitted by. option B, director. 54ാമത്തെ ചോദ്യം one of the following cannot be treated as a serious irregularity on the part of the manager warranting action against him. option D, suspension of a teacher who involved in a crime involving moral turpitude. അതായത് സസ്പെൻഷനിലായ ഒരു ടീച്ചർ who involved in moral turpitude, സ്വഭാവ ദൂഷ്യം കൊണ്ട് സസ്പെൻഷനിലായ ഒരു ടീച്ചർ. 55ാമത് one of the following qualification is not essential for a manager of an aided school in the state. option A, he should be a graduate. 56ാമത്തെ ചോദ്യം the minimum required site area for a LP school is. option B, 0.4 to 0.8 hectares. 57ാമത്തെ ചോദ്യം the dimension of classroom for LP school is. option B, 6 into 5.5 into 3 meters. ആ ഡയമെൻഷൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. LP സ്കൂളിൻ്റെയും ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയിലൊക്കെ ഡയമെൻഷൻസ് മാറും. അതുപോലെ തന്നെയാണ് സൈറ്റ് ഏരിയയും. 58ാമത്തെ ചോദ്യം the authority for prohibiting the using of school building and premises for a particular purpose is. option A, ഗവൺമെന്റ് ആണത് നിശ്ചയിക്കുന്നത് എന്തൊക്കെ അതിൽ നടത്താൻ പാടില്ല എന്നൊക്കെ. 59ാമത്തെ ചോദ്യം application for permission to open a new standard in a school without raising the grade of the school shall be submitted to. option C ആണ് എൻ്റെ correct answer, district educational officer. 60ാമത്തെ ചോദ്യം the district educational officer is not delegated to one of the following powers. Got it.
അതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു ചേഞ്ച് ദ നെയിംസ് ഓഫ് ദ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സ്കൂൾസ്. അതിന് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർക്ക് അധികാരമില്ല. 61ാമത്തേത്, ദ അതോറിറ്റി ഫോർ കണ്ടോണിംഗ് ദ ഡിലേ ഇൻ അപ്ലൈയിങ് ഫോർ റെക്കഗ്നീഷൻ ബിയോണ്ട് 3 months ഈസ്. അത് ഓപ്ഷൻ ബി, ഡെപ്യൂട്ടി ഡയറക്ടറാണ്. 62ാമത്തെ ചോദ്യം, ദ അതോറിറ്റി ഫോർ ഇഷ്യൂയിങ് എക്സംപ്ഷൻ ഫ്രം മിനിമം സ്ട്രെങ്ത് ഓഫ് പീപ്പിൾസ് ഇൻ LP സ്കൂൾ ഈസ്. ഓപ്ഷൻ എ, ഡയറക്ടർ. 63ാമത്തെ ചോദ്യം, ദ ഫോം നമ്പർ ഇൻ വിച്ച് ദ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ പീപ്പിൾ ഈസ് ടു ബി ഫൈൽഡ് ബൈ ദ പാരന്റ് ബിഫോർ ദ ഹെഡ് മാസ്റ്റർ. അതിന്റെ ഫോം 3 ആണ്, ഓപ്ഷൻ സി. 64ാമത്തെ ചോദ്യം, ഇഫ് ദ ഹെഡ് മാസ്റ്റർ ഹാസ് എനി ഡൗട്ട് ഇൻ റിഗാർഡ് ടു ദ ബൊണാഫിഡേസ് ഓഫ് ദ ഗാർഡിയൻഷിപ്പ് ഓഫ് എ പീപ്പിൾ, ഹി മേ ആസ്ക് ദ ഗാർഡിയൻ ടു. ഓപ്ഷൻ ഡി, പ്രൊഡ്യൂസ് സാറ്റിസ്ഫാക്ടറി എവിഡൻസ് ഓർ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഇറ്റ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് HM ആവശ്യപ്പെടാം, അതിൻ്റെ സാറ്റിസ്ഫാക്ടറി എവിഡൻസും സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. 65ാമത്തേത്, ദ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ ഡെസ്റ്റിറ്റ്യൂട്ട് ലിവിംഗ് ഇൻ എ ഓർഫനേജ് ഷാൽ ബി സൈൻഡ് ബൈ. അത് അത്തരം സന്ദർഭങ്ങളിൽ സൈൻ ചെയ്യേണ്ടത് മാനേജ്മെന്റ് ഓഫ് ദ ഓർഫനേജ്, ഓപ്ഷൻ സി. 66ാമത്തെ ചോദ്യം, ദ ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ഫയലിംഗ് ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ പീപ്പിൾ who has completed S.S.L.C is. ഓപ്ഷൻ ബി, 15 years. SSLC കംപ്ലീറ്റ് ചെയ്ത് 15 വർഷത്തിനുള്ളിലാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് പരിഗണിക്കില്ല. 67ാം ചോദ്യം, an appeal against the orders of the joint commissioner in regard to the alteration of date of birth is to be filed to. അത് ഗവൺമെന്റിലേക്കാണ് കൊടുക്കേണ്ടത്, ഓപ്ഷൻ എ. 68ാമത്തേത്, the date of determination of age of a people for admission in a school is as on. അതൊക്കെ എപ്പോഴും 1st June വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓപ്ഷൻ സി. 69ാമത്തെ ചോദ്യം, the question papers and scripts of private study people should be preserved in the school till. ഓപ്ഷൻ എ, the next annual inspection of the school. 70ാമത്തെ ചോദ്യം, permission of the educational officer is essential for readmission of a removed people during ആഫ്റ്റർ ദ നെക്സ്റ്റ് സ്കൂൾ ഇയർ. ഒരു വർഷം കഴിഞ്ഞു പോയാലാണ് അതിന് പ്രത്യേക പെർമിഷൻ വേണം എന്നർത്ഥം. 71ാമത്തേത്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓഫ് എ പീപ്പിൾ ഫ്രം എ സ്കൂൾ ഈസ് ടു ബി ഇഷ്യൂഡ് ബൈ. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴും കൺസേൺഡ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്, ഓപ്ഷൻ സി. 72ാമത്തെ ചോദ്യം, ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ എ ക്ലാസ് ഡിവിഷൻ ഇൻ സ്റ്റാൻഡേർഡ് 9 and 10th ഈസ്. ഓപ്ഷൻ ഡി ആണ്, 45. ഇപ്പോൾ അത് 45 ആണ്. 73ാമത്തേത്, ദ മിനിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ KER ഈസ്. ഓപ്ഷൻ സി ആണത്, 220 പ്രവൃത്തി ദിനങ്ങളാണ് അത് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, 72ഉം 73ഒക്കെ. 74ാമത്തേത്, വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി അവൈലബിൾ ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കലണ്ടർ. കോട്ട് ഇറ്റ്. ഏതാണ് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് കലണ്ടറിൽ ഉൾപ്പെടുത്താത്തതെന്നാണ്. ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് സാലറി ടു സ്റ്റാഫ്, അതൊരിക്കലും കലണ്ടറിൽ ഉൾപ്പെടുത്താറില്ല. 75ാം ചോദ്യം, എ പീപ്പിൾ വിൽ ബി ഡീംഡ് ടു ഹാവ് സെക്യൂർഡ് ദ മിനിമം അറ്റൻഡൻസ് ഇഫ് ഹി ഹാസ് അറ്റൻഡഡ് സ്കൂൾ ഓൺ %% ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദാറ്റ് ഇയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 85% ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ ദാറ്റ് ഇയർ. 85 ആണ് അതിൻ്റെ മിനിമം അറ്റൻഡൻസ്. 76ാമത്തെ ചോദ്യം, ദ ആപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു വിത്ഡ്രോ എ പീപ്പിൾ ഫ്രം ദ സ്കൂൾ when the people found unable to continue the studies is to be submitted to headmaster ആണത്. അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഹെഡ്മാസ്റ്റർക്കാണ്, ഓപ്ഷൻ ബി. 77ാമത്തെ ചോദ്യം, ദ അതോറിറ്റി ഫോർ ഗ്രാൻഡിംഗ് എക്സംപ്ഷൻ ഫ്രം ദ സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ് പ്രിസ്ക്രൈബ് ഫോർ ദ കോഴ്സ് ഇൻ എക്സംപ്ഷണൽ കേസ് ഈസ്. ഓപ്ഷൻ എ, ഡയറക്ടർ. 78ാമത്തെ ചോദ്യം, the headmaster shall consult the following authority before preparing the timetable for a particular year. Option D, staff council. 79ാമത്തെ ചോദ്യം, the minimum required strength of pupils belonging to linguistic minority group for opening separate divisions in respect of LP school shall be. Option A, 10 for each standard and aggregate of 40 pupils. 80ാമത്തെ ചോദ്യം, one of the following details need not be entered in the mark list of pupils. Got it. The total amount of dues from the people. അത് നമ്മുടെ മാർക്ക് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. 81ാമത്തേത്, ദ ലോഗ് ബുക്ക് ഈസ് ടു ബി മെയിൻറ്റെയിൻ ബൈ. ലോഗ് ബുക്കും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. 82ാമത്തേത്, ദ നോട്ട്സ് ഓഫ് ലെസൺ ഷാൽ ബി മെയിൻറ്റെയിൻ ബൈ. ലെസണിൻ്റെ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടീച്ചേഴ്സാണ്, ഓപ്ഷൻ എ. 83ാമത്തേത്,
Tuition fee shall not be collected during the following months. Option A, July and March. ജൂലൈ മാർച്ച് മാസങ്ങളിൽ ട്യൂഷൻ ഫീ കളക്ട് ചെയ്യാറില്ല. 84ാമത്തേത്, the special fee shall be collected from the pupils in dash installments. സ്പെഷ്യൽ ഫീ എപ്പോഴും കളക്ട് ചെയ്യുന്നത് 2 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ്. ഓപ്ഷൻ ഡി. 85ാമത്തെ ചോദ്യം, any person employed as teacher shall not be eligible to continue as teacher if he has, option D, attained the required age of superannuation. എന്ന് പറഞ്ഞാൽ സർവീസിൽ നിന്ന് പിരിയേണ്ട പ്രായമായാൽ നിയമാനുസൃതമായിട്ട് അതിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്. പിന്നീട് ടീച്ചറായിട്ട് തുടരാൻ കഴിയില്ല എന്നർത്ഥം. 86ാമത്തെ ചോദ്യം, when the academic year has been extended by the government, then a teacher who attained superannuation during August last shall retire from service on. ഓഗസ്റ്റ് ലാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് നമുക്കറിയാം ആ അക്കാഡമിക് ഇയർ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി, ഓൺ 31st March of that year. അതായത് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ 1 കഴിഞ്ഞ് ജൂലൈ 2 മുതൽ റിട്ടയർ ചെയ്യാനുള്ളവരൊക്കെ പിന്നെ ആ അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് റിട്ടയർ ചെയ്യുന്നത്. 87ാമത്തെ ചോദ്യം, എ ടീച്ചർ വിൽ സീസ് ടു ബി ഓൺ ആക്റ്റീവ് ഡ്യൂട്ടി ആൻഡ് അലൗഡ് സ്പെഷ്യൽ ലീവ് ഓൺ ഫുൾ പേ ഫ്രം ദ ഡേറ്റ് ഓഫ് റീ ഓപ്പണിംഗ് till he gets superannuated. Option D, if his date of superannuation falls within 1 month from the date of reopening. Reopening കഴിഞ്ഞ് ഒരു മാസമാണെങ്കിലാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. 88ാമത്തേത്, the punishment of temporary period of withholding of increments or promotion to a teacher shall be not less than 6 months and not more than 3 years. 3 വർഷം വരെയാണ് അതങ്ങനെ വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. 89ാമത്തെ ചോദ്യം, the maximum period of suspension effective without getting approval of the education officer will be, option A, 15 days. അത് എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യത്തിലാണ് അത് വരുന്നത്. 90ാമത്തെ ചോദ്യം, the review and permission from the next higher authority is essential in the case of extension of suspension for a period of more than, option C, 6 months. 6 മാസത്തിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അടുത്ത ഹയർ അതോറിറ്റിയുടെ പെർമിഷൻ ആവശ്യമാണ്. എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണത്. 91ാമത്തേത്, the minimum approved teaching service insisted for by transfer appointment of principal of higher secondary school is, option B, 12 years ആണ് ഏറ്റവും മിനിമം സർവീസ്. 12 വർഷം ഉണ്ടായിരിക്കണം. 92ാമത്തേത്, the person acquired one of the following qualification will not be exempted from passing set examination for appointment as HSST. അത് PhD ഉണ്ടെങ്കിൽ സെറ്റ് വേണ്ട, MPhil ഉണ്ടെങ്കിലും സെറ്റ് വേണ്ട. അതുപോലെ M.Ed ഉള്ളവരെയും സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ KTET ഉണ്ടെങ്കിൽ കാര്യമില്ല, സെറ്റ് വേറെ സെപ്പറേറ്റ് എഴുതേണ്ടതാണ്. ഓപ്ഷൻ ബി, KTET. 93ാമത്തെ ചോദ്യം, the minimum general education qualification for by transfer appointment of lab assistants in higher secondary schools will be, by transfer ആയിട്ട് അപ്പോയിൻമെന്റ് നടത്തണമെങ്കിൽ 7th സ്റ്റാൻഡേർഡ് മതി. ഓപ്ഷൻ എ, 7th സ്റ്റാൻഡേർഡ്. 94ാമത്തെ ചോദ്യം, the minimum required number of periods for creation of post of HSST in a particular subject is, option D, 15. 15 പീരീഡുകൾ ഉണ്ടെങ്കിലാണ് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. The Anglo-Indian T.T.C is a sufficient qualification in aided schools for appointment in, option A, English medium divisions. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻസിൽ അപ്പോയിന്റ് ചെയ്യാൻ ആംഗ്ലോ-ഇന്ത്യൻ TTC മതിയാവും. 96ാമത്തേത്, the minimum essential academic qualification for appointment of Arabic teachers in LP and UP schools is passing off. Option C, S.S.L.C. SSLC ആണ് അതിൻ്റെ മിനിമം essential academic qualification. 97ാമത്തെ ചോദ്യം, for appointment as HSA, one of the following qualification is not sufficient. Got it. ഒരു ഇതിൽ HSA ആയിട്ട് അപ്പോയിൻമെന്റ് ഇട്ടുണ്ടെങ്കിൽ TTC മാത്രം പോരാ, നമുക്ക് അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് B.Ed വേണം. ഓപ്ഷൻ ബി, T.T.C. 98ാമത്തെ ചോദ്യം, the formula prescribed for sanction of temporary advance from KES-EPF is, അതിനൊരു ഫോർമുല ഉണ്ട്. ഓപ്ഷൻ ബി ആണ്, 3A - B/4. നമ്മൾ ഓൾറെഡി എടുത്ത അഡ്വാൻസും അതിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് എയും ബി ഒക്കെ പറയുന്നത്. 99ാമത്തെ ചോദ്യം, when a teacher quits for taking appointment in a private college, the balance available in his KES-EPF will be, അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം ജോലി കിറ്റ് ചെയ്ത് പോകുമ്പോൾ that will be transferred to private college teachers provident fund. 100ാമത്തെ ചോദ്യം, the teachers training course is having dash years duration. ഇപ്പോൾ അത് 2 വർഷമാക്കി മാറ്റി. B.Ed എന്ന് പറയുന്നത് 2 വർഷമാണ്. ഓപ്ഷൻ എ, 2 years.
അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സജസ്റ്റ് ചെയ്യുക.